Hello, welcome to Computer Science. Our subject Android programming, topic understanding adapters. And this is the first part of this video. And in this part, we will be discussing about the adapter, an adapter view, list view, and spinner. In our second part, we will be discussing about grid view and gallery control. So let's start with adapter. What is an adapter? അഡാപ്റ്റർ എന്നുള്ള ടേം നമുക്ക് ഫെമിലിയർ എവിടെയായിരിക്കും? മൊബൈൽ അഡാപ്റ്റർ നമ്മൾ പറയാറുണ്ടായിരിക്കും. അതുപോലെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ, അങ്ങനെ അഡാപ്റ്റേഴ്സ് നമ്മൾ പറയാറുണ്ട്, ചാർജേഴ്സ്. അപ്പോൾ നോർമലി അഡാപ്റ്റർ എന്താണ് ആക്ച്വലി? അത് നമ്മളുടെ ഇലക്ട്രിസിറ്റീനെ ദെൻ ഇലക്ട്രിക് പോയിന്റിൽ നിന്ന് നമ്മളുടെ മൊബൈലിലോട്ട് വേണ്ട ചാർജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? സോ അതുപോലൊരു കൺസെപ്റ്റാണ് ആൻഡ്രോയിഡിലെ അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതും. ആക്ച്വലി അഡാപ്റ്റർ ആക്ട്സ് ലൈക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എ ഡാറ്റ സോഴ്സ് ആൻഡ് ദ യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ ഒരു ഡാറ്റ സോഴ്സും യൂസർ ഇൻ്റർഫേസും തമ്മിലൊരു ബ്രിഡ്ജ് ആയിട്ടാണ് അഡാപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സർട്ടൻ ടൈപ്സ് ഓഫ് യൂസർ ഇൻ്റർഫേസസ് ഉണ്ട്. അതായത് കണ്ടെയ്നേഴ്സ്, ലൈക്ക് നമുക്കിപ്പോൾ ലിസ്റ്റുകൾ കാണാം, ലിസ്റ്റ് വ്യൂ, സ്പിന്നർ വ്യൂ, അങ്ങനെ സർട്ടൻ ടൈപ്സ് ഓഫ് ഗ്രിഡ് വ്യൂ. ഈ യൂസർ ഇൻ്റർഫേസസിലെല്ലാം നമുക്ക് ഡേറ്റാസും ദെൻ അതിൻ്റെ സ്ട്രക്ചറും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് അഡാപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് റീഡ്സ് ഡാറ്റ ഫ്രം വാരിയസ് ഡാറ്റ സോഴ്സസ്, കൺവേർട്ട് ഇറ്റ് ഇൻ ടു വ്യൂ ഒബ്ജെക്റ്റ് ആൻഡ് പ്രൊവൈഡ് ഇറ്റ് ടു ദ ലിങ്ക്ഡ് അഡാപ്റ്റർ വ്യൂ ടു ക്രിയേറ്റ് UI കമ്പോണൻസ്. അപ്പോൾ നോർമലി ഇപ്പോൾ സപ്പോസ് ഒരു ലിസ്റ്റാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ലിസ്റ്റ് വ്യൂ എടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ലിസ്റ്റ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു ലിസ്റ്റിൽ വേണ്ടത്? ഇപ്പോൾ ഒരു ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും, നമുക്കറിയാലോ. ഇങ്ങനെയായിരിക്കും ഒരു ലിസ്റ്റ് വ്യൂവിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ വരുന്നത്. ദെൻ ഇതിനകത്ത് ഓരോ ലിസ്റ്റിനകത്തും വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ? ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു UI എലമെൻറ്റ് തന്നെ, അതായത് ലിസ്റ്റ് കൺട്രോൾ എലമെൻറ്റ് തന്നെ ഈ സ്ട്രക്ചറും അതുപോലെ അതിനുള്ള വാല്യൂസും എല്ലാം കൂടി മാനേജ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് കൺട്രോൾ എലമെൻറ്റ്, അതായത് നമ്മുടെ XML ലേഔട്ട് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്കിപ്പോൾ ഓരോ ടെക്സ്റ്റ് വ്യൂവിന് ഒരു ടാഗ് ഉണ്ട്. ഇപ്പോൾ ലിസ്റ്റ് വ്യൂ ആയാലും സ്പിന്നർ ആയാലും ഒക്കെ ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഡാറ്റാസ് മാത്രം അവർക്ക് ഈ സ്ട്രക്ചർ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് ഈ ഔട്ട്ലൈനിലുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇവർ മാത്രം കൊടുക്കുന്നു. ദെൻ ഇതിനുള്ളിൽ വരുന്ന ഡാറ്റാസ് ഉണ്ടല്ലോ, ഈ ഡാറ്റാസ് സെപ്പറേറ്റ് ആയിട്ടൊരു ഡാറ്റ സോഴ്സിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഡാറ്റ സോഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു അറേ ആവാം, അതല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ആവാം, എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യുന്നു. ദെൻ അപ്പോൾ ഇനി വേണ്ടത് എന്താ? നമ്മളുടെ സ്ട്രക്ചറിലോട്ട് ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ട ആൾക്കാരാണ് അഡാപ്റ്റേഴ്സ്. ഈ അഡാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഇറ്റ് റീഡ്സ് ഡാറ്റ ഫ്രം വാരിയസ് ഡാറ്റ സോഴ്സസ്, convert it into view objects and provide it to the linked adapter view to create UI components. The data source or data set can be an array object or a list object or a database, etc. You can create, then this adapter view can be created using by extending the base adapter class, which is the parent class for all other adapter classes. So we can extend base adapter class. Android SDK also provides some ready-to-use adapter classes such as array adapter, cursor adapter, symbol cursor adapter. These are some examples of adapter classes. We can directly import this particular adapter types, okay, and use that. Array adapter normally നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് array adapterൽ നമുക്കിപ്പോൾ ഡാറ്റ സോഴ്സ് ഒരു അറേയിൽ നിന്നുള്ള എലമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഈ ലിസ്റ്റിലേക്കോ സ്പിന്നറിലേക്കോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ array adapter യൂസ് ചെയ്യാം. കേഴ്സർ അഡാപ്റ്റർ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഡാറ്റാബേസ് കണക്ട്, കേഴ്സർ ഒബ്ജക്റ്റ് നിന്ന് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് കേഴ്സർ അഡാപ്റ്റർ, സിമ്പിൾ കേഴ്സർ അഡാപ്റ്റർ എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് അഡാപ്റ്റേഴ്സിൻ്റെ ബേസിക് കാര്യം പറയാനുള്ളത്. സോ ഇറ്റ്സ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എ ഡാറ്റ സോഴ്സ് ആൻഡ് ദ യൂസർ ഇൻ്റർഫേസ്, റീഡ്സ് ഡാറ്റ ഫ്രം വാരിയസ് ഡാറ്റ സോഴ്സസ്, കൺവേർട്ട് ഇറ്റ് ഇൻ ടു വ്യൂ ഓബ്ജക്ട്സ്. നെക്സ്റ്റ്, adapter view. An adapter view can be used to display large set of data efficiently in form of list or grid. So adapter view എന്ന് പറയുന്നത് it is used to display large set of data efficiently in form of list, grid, spinner, etc. ഇപ്പോൾ ലിസ്റ്റ്, ഗ്രിഡ്, സ്പിന്നറിലെല്ലാം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്റർ വ്യൂ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് അഡാപ്റ്റർ വ്യൂ ഇസ് capable of displaying millions of items on the UI while keeping the memory and CPU usage very low and without any noticeable lag. This is done by these methods.
It only renders those view objects which are currently on screen, hence saving memory. It reuses already created layout to populate data items as the user scrolls, hence saving CPU usage. So adaptive view എന്ന് പറയുന്നത് ആക്ച്വലി അഡാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് അയക്കുന്ന ഡിസ്പ്ലേ അയക്കുന്നതിനെ ഹാൻഡിൽ ചെയ്യാനാണ്, ഡിസ്പ്ലേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. യൂസ് ടു ഡിസ്പ്ലേ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ എഫിഷ്യൻ്റ്ലി ഇൻ ഫോം ഓഫ് ലിസ്റ്റ്, ഗ്രിഡ് എക്സെട്ര. ഇപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിൽ, അതായത് CPU യൂസേജും അതുപോലെ മെമ്മറിയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് വിത്തൗട്ട് എനി നോട്ടീസബിൾ ലാഗ് നമുക്ക് മില്യൺസ് ഓഫ് ഡേറ്റ ഇത് വെച്ച് ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി സപ്പോസ് ഇപ്പോൾ നമ്മളുടെ ലിസ്റ്റ് വ്യൂ, ഒരു ലിസ്റ്റ് വ്യൂവിൽ ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. ഒരു 4 കോളംസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് യൂസറിന് കാണാൻ പറ്റുന്നത് 4 കോളംസേ അല്ലെങ്കിൽ കോളമല്ല 4 എൻട്രീസേ ഉള്ളൂ, റോസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഡാപ്റ്റർ വ്യൂ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെൻഡേഴ്സ് ദോസ് വ്യൂ ഒബ്ജക്ട്സ് വിച്ച് ആർ കറൻ്റ്ലി ഓൺ സ്ക്രീൻ. അപ്പോൾ അറ്റ് എ ടൈം അവർ ഈ ഒരു ഇതിൽ കൊള്ളാവുന്നത് ഇപ്പോൾ 4 വ്യൂ ഒബ്ജക്ട്സിൻ്റെ മാത്രമാണ് റെൻഡർ ചെയ്യിക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മെമ്മറി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലേ ഔട്ട്, ഈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലേ ഔട്ട് റീയൂസ് ചെയ്യിക്കുകയാണ് ടു പോപ്പുലേറ്റ് ഡാറ്റ ഐറ്റംസ് ആസ് എ യൂസർ സ്ക്രോൾസ്, ഹെൻസ് സേവിങ് CPU യൂസേജ്. യൂസർ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ലേ ഔട്ടിൽ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഡാറ്റാസ് എൻറ്റർ ചെയ്യുന്നത്, ഡാറ്റാസിനെ പോപ്പുലേറ്റ് ചെയ്യുന്നത്, hence saving the CPU usage. Okay, so this adaptive view is capable of displaying millions of items on the UI while keeping the memory and CPU usage very low and without any noticeable lag. So these are the two important points. It only renders those view objects which are currently on screen, hence saving memory. It reuses already created layout to populate data items as the user scroll, hence saving CPU usage. Then our adapter takes the data from a data source, convert it into view, then passes it to the adapter view. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. Adapter view is responsible for displaying the data. Then ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം ലിസ്റ്റ് കൺട്രോൾസ്. നോർമലി നമ്മൾ പറഞ്ഞ ലിസ്റ്റ് കൺട്രോൾസ് ആർ ക്ലാസ്സസ് ദാറ്റ് എക്സ്റ്റെൻഡ് android.widget.adapter view and include ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, സ്പിന്നർ ആൻഡ് ഗാലറി. ഇപ്പം നോർമലി ലിസ്റ്റ് കൺട്രോൾസിനകത്ത് വരുന്നത് ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, സ്പിന്നർ ആൻഡ് ഗാലറി. ആൻഡ് ഇവരെല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സാണ് android.widget.adapter view. ഈ ഒരു ലിസ്റ്റ് കൺട്രോൾസിൻ്റെ എല്ലാവരുടെയും ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡാപ്റ്റർ വ്യൂ ആണ്. സോ അവർ ഈ ഒരു അഡാപ്റ്റർ വ്യൂ android.widget.adapter view ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ സ്ട്രക്ചറാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്, കണ്ടോ? ലിസ്റ്റ് വ്യൂ, ഗ്രിഡ് വ്യൂ, സ്പിന്നർ, ഗാലറി എല്ലാവരും adapter view from a view group and finally a view. So our adapter view class is inherited from a view group class. So adapter view group എന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റും ഗ്രിഡും സ്പിന്നറും adapter view class എന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇതാണ് സ്ട്രക്ചർ. ഇനി നമ്മൾ അഡാപ്റ്റർ വ്യൂ എന്താണെന്ന് പറഞ്ഞു, അഡാപ്റ്റർ എന്താണെന്ന് പറഞ്ഞു, കുറച്ച് ബേസിക് അഡാപ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി ലിസ്റ്റ് വ്യൂവും സ്പിന്നറും ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ലിസ്റ്റ് വ്യൂ. സോ ഇതാണ് ലിസ്റ്റ് വ്യൂ. ലിസ്റ്റ് വ്യൂവിനൊരു ഹെഡർ ഉണ്ടായിരിക്കാം, ദെൻ ഐറ്റംസ് ഉണ്ടായിരിക്കും. ദെൻ ഐറ്റംസിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിൽ കാണാമല്ലോ, ഡിവൈഡർ കാണുന്നില്ലേ, ഒരു സെപ്പറേഷൻ അതുണ്ടായിരിക്കാം. ഇങ്ങനെയാണ് ജനറലി ലിസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഐറ്റംസ് അറ്റ് എ ടൈം വിസിബിൾ ആയിരിക്കും ലിസ്റ്റ് വ്യൂവിൽ. So Android list view is a view which groups several items and display them in vertical scrollable list. Okay, vertical list ആയിരിക്കും list view ട്ടോ. The list items are automatically inserted to the list using an adapter that pulls content from a source such as an array or database. അപ്പം നോർമലി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വ്യൂ മാത്രം, ഒരു കണ്ടെയ്നർ മാത്രമാണ്. അതായത് ജസ്റ്റ് ഈ ഒരു ലേ ഔട്ട് മാത്രമാണ്. ഇതിനുള്ളിൽ വരുന്ന വാല്യൂസ് ലിസ്റ്റ് വ്യൂവിൻ്റെ അല്ല. പകരം ഈ വാല്യൂസ് നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ സോഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഡാറ്റ സോഴ്സിൽ നിന്ന് നമ്മളുടെ അഡാപ്റ്റർ ആണ് അവിടെ നിന്ന് അത് പുൾ ചെയ്ത് ഈ ഒരു ലിസ്റ്റിലോട്ട് എൻ്റർ ചെയ്യിക്കുന്ന ആള്. ഓക്കെ, ലിസ്റ്റ് വ്യൂ ഇസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഇമ്പോർട്ടിംഗ് ദിസ് ക്ലാസ്. android.widget.listView ക്ലാസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് ലിസ്റ്റ് വ്യൂ. ആസ് യൂഷ്വൽ ID ഒരു ആട്രിബ്യൂട്ട് ആണ്. ദ ഡിവൈഡർ മീൻസ് നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഒരു ഡ്രോവബിൾ ഓർ കളർ ടു ഡ്രോ ബിറ്റ്വീൻ ലിസ്റ്റ് ഐറ്റംസ്. നമ്മളിപ്പോൾ കണ്ട ഇപ്പോൾ ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ, ലൈറ്റ് ഷെയ്ഡായിട്ട് ഒരു ഗ്രേ കളർ.
സോ അതൊരു ഡിവൈഡർ ആണ്. ഡിവൈഡറിൻ്റെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആൻഡ്രോയിഡ് എൻട്രീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് പോപ്പുലേറ്റ് ചെയ്യേണ്ട എലമെൻസിൻ്റെ റെഫറൻസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് അറേയിലകത്താണ് ഈ ലിസ്റ്റിലേക്ക് വേണ്ട എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻട്രീസ് എന്നുള്ള കോളത്തിൽ ആ സ്ട്രിങ്ങിൻ്റെ അറേയുടെ പേര് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി എലമെൻറ്റ്സ് ഇൻസേർട്ട് ആയിക്കോളും വിത്തൗട്ട് യൂസിങ് എനി അഡാപ്റ്റർ. ഓക്കെ, ഇറ്റ് സ്പെസിഫൈസ് റെഫറൻസ് ടു എൻ അറേ റിസോഴ്സ് ദാറ്റ് വിൽ പോപ്പുലേറ്റ് ദ ലിസ്റ്റ് വ്യൂ. ആൻഡ്രോയിഡ് ഫൂട്ടർ ഡിവൈഡേഴ്സ് എനേബിൾ. സോ ഇത് നമുക്ക് ട്രൂ ഓ ഫോൾസോ ആക്കാം. ഇപ്പോൾ ഇത് ഫോൾസ് ആയി കഴിഞ്ഞാൽ ലിസ്റ്റ് വ്യൂ വോണ്ട് ഡ്രോ ദ ഡിവൈഡർ ബിഫോർ ഈച്ച് ഫൂട്ടർ വ്യൂ. നെക്സ്റ്റ് സെയിം തിങ് ഹെഡേഴ്സിനും applicable ആണ്. ഹെഡർ ഡിവൈഡേഴ്സ് എനേബിൾ. ലിസ്റ്റ് വ്യൂ വോണ്ട് ഡ്രോ ദ ഡിവൈഡർ ആഫ്റ്റർ ഈച്ച് ഹെഡർ വ്യൂ. ഓക്കെ, ദീസ് ആർ ദ മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് ലിസ്റ്റ് വ്യൂ. നെക്സ്റ്റ് നമുക്കൊരു ലിസ്റ്റ് വ്യൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ടു ഡിസ്പ്ലേ ലിസ്റ്റ് ഇൻക്ലൂഡ് എ ലിസ്റ്റ് വ്യൂ ഇൻ ലേഔട്ട് XML ഫയൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ലിസ്റ്റ് വ്യൂവിൻ്റെ കണ്ടെയ്നർ ഉണ്ടാക്കുക എന്നുള്ളതാണ് XML ഫയലിൽ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാലോ. ലിസ്റ്റ് വ്യൂ ആണ് ടാഗ്, ഒരു ID, ലേഔട്ട് വിഡ്ത്ത്, ലേഔട്ട് ഹൈറ്റ്, ഇത്രയാണ് മിനിമം പാരാമീറ്റേഴ്സ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് വേണ്ട ഡാറ്റാസ് കൊണ്ടുവരലാണ്. സോ ഡാറ്റാസ് നമുക്ക് പ്ലേസ് ലിസ്റ്റ് ഓഫ് ഡാറ്റ ഇൻ strings.xml ഫയൽ ബൈ ക്രിയേറ്റിംഗ് എ സ്ട്രിങ് അറേ ഇൻ strings.xml. ഇതിലോട്ട് വേണ്ട ഡാറ്റാസിന് നമുക്കൊരു string.xml ഫയലിൽ സേവ് ചെയ്യാം. അപ്പം അതിന് ഒരു മിനി സ്ട്രക്ചറാണിത്. സ്ട്രിങ് അറേ നെയിം, അറേയുടെ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്, അറേ കൺട്രീസ്. അതിനകത്തേക്ക് ഓരോ ആയിട്ട് ഐറ്റംസ് എൻ്റർ ചെയ്തു. ഇപ്പം ഞാനൊരു 3 ഐറ്റം ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആണ്. ദെൻ ഇനി എന്തായി, അപ്പം നമുക്ക് സ്ട്രക്ചറും കിട്ടിയിട്ടുണ്ട്, ഡാറ്റയും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റയെ സ്ട്രക്ചറിലോട്ട് ലിങ്ക് ചെയ്യിക്കണം. അതിനാണ് അഡാപ്റ്റർ. ഹിയർ വി ആർ യൂസിങ് അറേ അഡാപ്റ്റർ. അറേ അഡാപ്റ്റർ ടു ബൈൻഡ് സ്ട്രിങ് വാല്യൂസ് ആൻഡ് ലിസ്റ്റ് വ്യൂ. ഇപ്പോൾ ബൈൻഡ് ചെയ്യിക്കാൻ പോവാണ്. സോ അറേ അഡാപ്റ്ററിൻ്റെ സ്ട്രക്ചറാണിത്. അറേ അഡാപ്റ്റർ, ദെൻ char സീക്വൻസ്, അഡാപ്റ്റർ, ഇതാണ് ഓബ്ജക്റ്റ്, ഈക്വൽ ടു അറേ അഡാപ്റ്റർ ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് ഈ ഒരു ഏത് റിസോഴ്സിൽ നിന്നാണ് അറേ അഡാപ്റ്റർ ഡാറ്റാസ് ഫെച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് 3 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. ദിസ് ഇവിടെ കോണ്ടെക്സ്റ്റ് ആണ്. ദെൻ r.array കൺട്രീസ്. അപ്പോൾ അറേ കൺട്രീസിൽ നിന്നാണ് നമ്മൾ ഡാറ്റാസ് ഫെച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പേര്, ആ സ്ട്രിങ്ങിൻ്റെ പേര്, സ്ട്രിങ് അറേയുടെ നെയിം, കോമ android.r.layout.simple list item 1. ഇതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഐറ്റം ആണ്. അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പിന്നർ ഡിഫൈൻ ചെയ്യാന്ന് പറയുമ്പോൾ, ലിസ്റ്റ് വ്യൂ ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതുപോലൊരു സ്ട്രക്ചറാണ് ഉണ്ടാവുന്നത്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഉള്ളിലും നമ്മൾ ടെക്സ്റ്റ് വ്യൂ അല്ലേ, ഇപ്പോൾ ജസ്റ്റ് ഓരോ എലമെൻറ്റ്സ്, ഇപ്പോൾ ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്തത്. ആ ഓരോ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് വ്യൂ ആയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക അല്ലേ. അപ്പോൾ ഈ ടെക്സ്റ്റ് വ്യൂ നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു സ്ട്രിങ്, ഒരു ലിസ്റ്റ് എടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും ഒരുപോലെയാണ് അല്ലേ. ഓരോന്നിനും വേറെ വേറെ ഫോണ്ടോ സൈസോ ഒന്നും അല്ല, എല്ലാതും ഒരുപോലെയാണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ടൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു XML ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ടെക്സ്റ്റ് വ്യൂ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീഫോൾട്ടായിട്ട് ലിസ്റ്റിനുണ്ട്. അതാണ് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1 എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ടുള്ള ലേ ഔട്ടാണ്. ഇനിയിപ്പോൾ ഇതല്ല, നമുക്കൊരു സ്പെഷ്യൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് വേണ്ട ലിസ്റ്റിൽ ഇവിടെ ഇപ്പോൾ ഒരു സപ്പോസ് എനിക്കിവിടെ ഒരു പിക്ചർ വേണം, ദെൻ ഇവിടെ ഒരു നെയിം വേണം, അതല്ല എനിക്കിവിടെ ഒരു റേഡിയോ ബട്ടൺസോ ചെക്ക് ബോക്സോ ഒക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യണം. അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പുതിയ ലേ ഔട്ട് XML ഫയൽ ഉണ്ടാക്കാം. ആ ഫയലിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് വേണ്ട എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് ആ ഒരു ലേ ഔട്ട് XMLൻ്റെ നെയിം ഇവിടെ യൂസ് ചെയ്യാം. ഈ r.layout. സപ്പോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു myfile.xml, അത് കൊടുക്കാം. ഓക്കെ, അല്ലാത്ത കേസിൽ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ടെക്സ്റ്റ് വ്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ തന്നെ ഡിഫോൾട്ടായിട്ട് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1, സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 2 അങ്ങനെ ഡിഫോൾട്ടായിട്ട് 1-2 വ്യൂസ് ഉണ്ട്, ഐ മീൻ ലേ ഔട്ട് ഫയൽസ് ഉണ്ട്. വി ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ടു define an adapter. Array adapter, char sequence and object name. Adapter is equal to array adapter dot create from resource this,
comma r.array countries r.layout symbol list item 1. Okay. Then arguments എന്തൊക്കെയാണ്? First argument this is the application context. Normally നമ്മൾ this തന്നെയാണ് യൂസ് ചെയ്യുക. Second argument is an array of strings which will be populated in text view. അത് നമുക്കറിയാം. And the final argument എന്ന് പറയുന്നത് it will be a layout defined in XML file and having text view for each string in the array. ഞാൻ പറഞ്ഞല്ലോ തേർഡ് ആർഗ്യുമെന്റ് ആണ് നമ്മുടെ ഡിഫോൾട്ട് ലേഔട്ട് ആണ്. അത് ഓരോന്നിനും ടെക്സ്റ്റ് വ്യൂ ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. വൺസ് ദ അഡാപ്റ്റർ ഇസ് ക്രിയേറ്റഡ്, ഇപ്പം നമ്മുടെ അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ദെൻ സിംപ്ലി കോൾ സെറ്റ് അഡാപ്റ്റർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് ഓൺ ലിസ്റ്റ് വ്യൂ ഓബ്ജക്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് XML ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് വ്യൂവിൻ്റെ ഒരു ഓബ്ജക്റ്റ് നമ്മൾ ജാവയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് വ്യൂ ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ് വ്യൂ ഫൈൻഡ് വ്യൂ ബൈ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ ഇത്. അപ്പോൾ ലിസ്റ്റ് എന്നാണ് ഓബ്ജക്റ്റ്. ഇനി ആ ഓബ്ജക്റ്റ് വെച്ചിട്ട് അഡാപ്റ്റർ സെറ്റ് ചെയ്യാം. അതിനുള്ള ഫംഗ്ഷനാണ് ലിസ്റ്റ് ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ഓഫ് അഡാപ്റ്റർ. അഡാപ്റ്റർ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കൊടുക്കുക. ഇങ്ങനെയാണ് ലിസ്റ്റ് വ്യൂ സെറ്റ് ചെയ്യുക. ഓഫ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. നോർമലി നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ആദ്യം ഒരു XML ലിസ്റ്റ് വ്യൂ. അങ്ങനെ XML ലിസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആ ഒരു സ്ട്രക്ചർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഒരു ലേ ഔട്ടിൽ അതുപോലെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടു. ദെൻ നമുക്ക് ഇതിലോട്ട് പോപ്പുലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് ഒരു സ്ട്രിങ് ഡോട്ട് XML സ്ട്രിങ് അറേ ആക്കി കൊണ്ടുവച്ചു. തേർഡ് സ്റ്റെപ്പ് എന്താ? അഡാപ്റ്റർ ഡിഫൈൻ ചെയ്തു. അഡാപ്റ്റർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മേജർ ആർഗ്യുമെന്റ്സ് വരുന്നത് ദിസ്, ദെൻ അറേ കൺട്രീസ് എവിടെ നിന്നാണ് നമ്മൾ വാല്യൂസ് പോപ്പുലേറ്റ് ചെയ്യേണ്ടത്, ദെൻ അതിൻ്റെ ലേഔട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ടെക്സ്റ്റ് വ്യൂവിൻ്റെ ലേഔട്ട്. ഡിഫോൾട്ട് ആയിട്ടുള്ള ലേഔട്ട് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1 സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 2 യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ അപ്പോൾ അഡാപ്റ്റർ സെറ്റായി. ഇനി നമുക്ക് ഈ അഡാപ്റ്ററിനെ നമ്മളുടെ ലിസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതിനുള്ള ലൈനാണ് ലിസ്റ്റിന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ലിസ്റ്റ് ഡോട്ട് സെറ്റ് അഡാപ്റ്റർ. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ലിസ്റ്റ് വ്യൂ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സ്പിന്നർ. സോ ദിസ് ഇസ് എ സ്പിന്നർ. നമുക്കറിയാലോ ലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്. ഇപ്പം ഞാൻ സ്പിന്നർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. സ്പിന്നർ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഫസ്റ്റ് വാല്യൂ, ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് വാല്യൂ ജാവയാണെങ്കിൽ ജാവ എന്ന് എഴുതിയിട്ടുണ്ടാകും കാണാം നമുക്ക്. ദെൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയും കാണാം. ഇത്രയേ ഉള്ളൂ. ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് ഡ്രോപ്പ് ഡൗൺ മെനു വരുന്നത്. ഓക്കെ, ലിസ്റ്റ് വരുന്നത്. Spinners provide a quick way to select one value from a given set of values, and in the default state a spinner only shows the current selected value. Okay, അപ്പോൾ നമുക്കറിയാം ഡിഫോൾട്ട് സ്റ്റേറ്റിൽ ഇങ്ങനെയാണ്, കറൻ്റ്ലി സെലക്ടഡ് വാല്യൂ മാത്രമേ കാണിക്കുകയുള്ളൂ. When you touch the spinner, it displays a drop down menu with all other available values or options from which the user can select a new one. നമ്മൾ കണ്ടല്ലോ, നമ്മളിതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് ഓൾ ദ അവൈലബിൾ വാല്യൂസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് യൂസറിന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ജനറലി സ്പിന്നറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് വ്യൂ എങ്ങനെയാണ്? പക്ഷേ ഇറ്റ്സ് എ വ്യൂ ഗ്രൂപ്പ് ദാറ്റ് ഡിസ്പ്ലേസ് എ ലിസ്റ്റ് ഓഫ് സ്ക്രോളബിൾ ഐറ്റം. ലിസ്റ്റ് വ്യൂ ഒരു ഐറ്റം അല്ല ഡിസ്പ്ലേ ചെയ്യുക, ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, സ്ക്രോളബിൾ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ലിസ്റ്റ് വ്യൂവും സ്പിന്നറും തമ്മിലുള്ള ഡിഫറൻസ്. ലിസ്റ്റ് വ്യൂവിൽ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച്, ഇപ്പോൾ ഒരു 5 or 6 ഐറ്റംസ് ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ യൂസർ ക്യാൻ സ്ക്രോൾ. സ്പിന്നർ ആകുമ്പോൾ ഒരു ഐറ്റമേ ആദ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വന്ന് ബാക്കിയുള്ള ഐറ്റംസ് വിസിബിൾ ആവുന്നത്. ദെൻ നമുക്ക് സ്പിന്നറിൻ്റെ ലിസ്റ്റ് വ്യൂ, സ്പിന്നർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം എന്ത് വേണം? XML സ്പിന്നറിനെ ഒരു സ്പിന്നർ എലമെൻറ്റ് ആഡ് ചെയ്യണം. സ്പിന്നർ എലമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സ്പിന്നറാണ് ടാഗ്, സ്പിന്നർ ഓബ്ജക്റ്റ് സ്പിന്നർ എന്നാണ് ടാഗ്. മേജർ ആട്രിബ്യൂട്ട് ഐഡിയും ലേഔട്ട് വിഡ്ത്തും ലേഔട്ട് ഹൈറ്റും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്പിന്നർ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ആവുന്നത്. ദെൻ ലിസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ സ്പിന്നറിലോട്ട് വേണ്ട ഐറ്റംസ് നമ്മളൊരു അറേയിൽ സേവ് ചെയ്യുന്നു, സ്ട്രിങ് അറേയിൽ. ദെൻ ഒരു അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അഡാപ്റ്റർ ആണ് അറേയിലെ ഐറ്റംസിനെയും സ്പിന്നറിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്യിക്കുന്നത്. ഓക്കെ, XML ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, XML നമ്മൾ സ്പിന്നർ ഓബ്ജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്ട്രിങ് അറേയിൽ വാല്യൂസ് കൊടുത്തു. ദെൻ അവർ അറ്റാച്ച് ചെയ്യിക്കാനായിട്ട് അറേ അഡാപ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേ അഡാപ്റ്ററിൻ്റെ സ്ട്രക്ചർ നോർമലി നമ്മളിവിടെ നോക്കിയതുപോലെ തന്നെയാണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതായത് ലിസ്റ്റ് വ്യൂവിൽ യൂസ് ചെയ്തത് അതേപോലെ തന്നെയാണ്. ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് ഒരു കാര്യമേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഓക്കെ,
സോ ഞാനൊരു സ്പിന്നർ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പിന്നർ എന്നാണ് ഒബ്ജക്റ്റ് നെയിം വരുന്നത്. ദെൻ അറേ അഡാപ്റ്റർ ക്യാർ സീക്വൻസ് അഡാപ്റ്റർ എന്നാണ് നെയിം. അറേ അഡാപ്റ്റർ ഡോട്ട് ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് ഇതെല്ലാം സെയിം ആണ്. ദിസ് കോമ r.array കൺട്രീസ് നമ്മളുടെ അറേയുടെ നെയിം. ദെൻ ലേ ഔട്ടിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ലിസ്റ്റിൻ്റെ ലേ ഔട്ട് അല്ല സ്പിന്നറിൻ്റെ ലേ ഔട്ട് യൂസ് ചെയ്യാറ്. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അപ്പം സിമ്പിൾ സ്പിന്നർ ഐറ്റം എന്നുള്ളൊരു ലേ ഔട്ട് ഉണ്ട് സ്പിന്നേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലേ ഔട്ടാണ് ഡീഫോൾട്ട് ലേ ഔട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സ്പിന്നറിൻ്റെ കേസിൽ ഇനി നമ്മൾ സ്പിന്നറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരുമല്ലോ. അപ്പോൾ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ കൂടി ലേ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനാണ് അടുത്ത ലൈൻ അഡാപ്റ്റർ ഡോട്ട് സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് ആൻഡ്രോയിഡ് r.layout.symbol spinner ഡ്രോപ്പ് ഡൗൺ ഐറ്റം. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനും ഡിഫോൾട്ടായിട്ട് സിമ്പിൾ സ്പിന്നർ ഐറ്റം ആണ് സ്പിന്നറിൻ്റെ ഡിഫോൾട്ട് ലേ ഔട്ട്. അതുകൂടാണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ലേ ഔട്ട് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം ആണ്. അപ്പോൾ ഈ രണ്ട് ലൈനുമാണ് ഈ രണ്ട് കോഡുമാണ് മേജർ ആയിട്ട് സ്പിന്നറിൽ അഡാപ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ദെൻ അപ്ലൈ അഡാപ്റ്റർ അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്താ സെറ്റ് അഡാപ്റ്റർ ആണല്ലേ. സ്പിന്നർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ഓഫ് അഡാപ്റ്റർ ഇതാണ് മെത്തേഡ്. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്രിയേറ്റ് ഫ്രം റിസോഴ്സ് മെത്തേഡ് അലൗസ് ടു ക്രിയേറ്റ് an array adapter ഫ്രം ദ സ്ട്രിംഗ് array. Then the third argument എന്ന് പറയുന്നത് എന്താ is a layout resource that defines how the selected choice appears in the spinner control. നമ്മൾ സെലക്ട് ചെയ്തത് സ്പിന്നർ കൺട്രോളിൽ എങ്ങനെയാണ് സെലക്റ്റഡ് ചോയ്സ് ഡിഫോൾട്ട് ആയിട്ട് കിടക്കുമ്പോൾ ഒരൊറ്റ സിംഗിൾ എലമെൻ്റ് ആയിട്ട് ഇരിക്കൂലേ, അപ്പോൾ അതെങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളതാണ് സിമ്പിൾ സ്പിന്നർ ഐറ്റം എന്നുള്ളത്, അതായത് ലേ ഔട്ട് റിസോഴ്സിൽ വരുന്നത്. Then the symbol spinner item layout is provided by the platform and is the default layout to use unless you would like to define your own layout for the spinner's appearance. നമ്മൾ പറഞ്ഞു നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ XML layout യൂസ് ചെയ്തിട്ട് ഒരു അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യാം. അതല്ല ഡിഫോൾട്ട് ആയത് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സിമ്പിൾ സ്പിന്നർ ഐറ്റം യൂസ് ചെയ്യാം. ഇനി then call set drop down view resource to specify the layout the adapter should use to display list of spinner choices. നമ്മൾ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ലേഔട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ലേഔട്ടാണ് സിമ്പിൾ സ്പിന്നർ ഡ്രോപ്പ് ഡൗൺ ഐറ്റം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സ്പിന്നറിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, അഡാപ്റ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം, ഹൗ ടു ഇംപ്ലിമെൻറ്റ് സ്പിന്നർ എന്നുള്ളതും നോക്കി. ഇനി നമ്മൾ ഇതിന് മുന്നും ഈവൻറ്റ് ഹാൻഡ്ലേഴ്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്പിന്നറിലോ ലിസ്റ്റിലോ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്തു. ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ നടക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈവൻറ്റ് ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. ടു ഡിഫൈൻ ദ സെലക്ഷൻ ഈവൻറ്റ് ഹാൻഡ്ലർ ഫോർ എ സ്പിന്നർ ഇംപ്ലിമെൻറ്റ് അഡാപ്റ്റർ വ്യൂ ഡോട്ട് ഓൺ ഐറ്റം സെലക്ടർ ലിസ്റ്റനർ. ഈ ഒരു ഇൻ്റർഫേസ് കൊടുക്കുക പ്ലസ് ഓൺ ഐറ്റം സെലക്റ്റഡ് കോൾ ബാക്കും. അപ്പോൾ ഓൺ ഐറ്റം സെലക്റ്റഡ് ഫംഗ്ഷനിലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് നടക്കേണ്ടതെന്നുള്ള കോഡ് കൊടുക്കുന്നത്. ഈ ഒരു ഓൺ ഐറ്റം സെലക്ടറിന് 4 പാരാമീറ്റർ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഇസ് എൻ അഡാപ്റ്റർ വ്യൂ AV. അഡാപ്റ്റർ വ്യൂ മീൻസ് ഇറ്റ് ഇസ് എ സ്പിന്നർ വ്യൂ. ദെൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നറിൻ്റെ ഉള്ളിൽ വരുന്ന ടെക്സ്റ്റ് വ്യൂ. അതാണ് ദാറ്റ് ഡിഫൈൻസ് ദ ടെക്സ്റ്റ് വ്യൂ ഇൻസൈഡ് ദ സ്പിന്നർ ദാറ്റ് വാസ് ക്ലിക്ക്. ആരെയാണോ ക്ലിക്ക് ചെയ്യുന്നത്. ദെൻ ഇൻറ്റ് പൊസിഷൻ ഇറ്റ് ടെൽസ് ദ പൊസിഷൻ ഓഫ് ദ ഐറ്റം ദാറ്റ് വാസ് ക്ലിക്ക്ഡ് ഇൻ ദ സ്പിന്നർ. അപ്പോൾ നോർമലി ഓൺ ഐറ്റം സെലക്റ്റഡ് അല്ലേ ഈവൻറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഐറ്റമാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പൊസിഷനാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നോർമലി ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ് കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ 0 എന്നാണ് ഇൻഡെക്സിങ് തുടങ്ങുക. ദെൻ ലോങ് ഐ ഡി നോർമലി ഇപ്പോൾ ഡാറ്റാബേസ് ഒക്കെ ആണെങ്കിലാണ് ഇത് യൂസ് ചെയ്യുക. ഇറ്റ് ഗിവ്സ് ദ റോ ID ഓഫ് ദ ഐറ്റം ക്ലിക്ക്ഡ് ഇൻ ദ സ്പിന്നർ. ദിസ് പാരാമീറ്റർ ഇസ് മെയിൻലി യൂസ്ഡ് വെൻ ഡീലിംഗ് വിത്ത് ഡാറ്റാബേസസ്. സോ ദീസ് ആർ ദ 4 പാരാമീറ്റർ അഡാപ്റ്റർ വ്യൂ in position and long ID. So ID for database, position for the position of the item that was clicked, view is for the text view inside the spinner, adapter view AV is the spinner view. നെക്സ്റ്റ് ഒരു കോൾ ബാക്ക് കൂടി ഉണ്ട് ഓൺ നത്തിങ് സെലക്റ്റഡ്. അതായത് നമ്മളിപ്പോൾ ഇത് ഓൺ നത്തിങ് സെലക്റ്റഡ് ഓൺ ഐറ്റം സെലക്റ്റഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൺ നത്തിങ് സെലക്ടർ കൂടി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ സപ്പോസ് ഇതിലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ദിസ് മെത്തേഡ് ഇസ് കോൾഡ് വെൻ എവർ ദ കറൻ്റ്ലി സെലക്ടഡ് ഐറ്റം ഇസ് റിമൂവ്ഡ്. വെൻ ദ കറൻ്റ്ലി സെലക്ടഡ് ഐറ്റം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഐറ്റംസ് ഇൻ ദ സ്പിന്നർ. സോ അങ്ങനെ വരികയാണെങ്കിൽ ഓൺ നത്തിങ് സെലക്ടർ എന്നുള്ള ഒരു കോൾ ബാക്ക് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ആ കോഡ് ലൈൻ ഒന്ന് നോക്കാം. സ്പിന്നർ ഡോട്ട് സെറ്റ് ഓൺ ഐറ്റം സെലക്ടർ ലിസ്റ്റനർ ഓഫ് ന്യൂ അഡാപ്റ്റർ വ്യൂ ഡോട്ട് ഓൺ ഐറ്റം സെലക്ടർ ലിസ്റ്റനർ. ദെൻ നമ്മളുടെ ഫംഗ്ഷൻ പബ്ലിക് വേർഡ് ഓൺ ഐറ്റം സെലക്റ്റഡ് ആണ്.
ദെൻ നമ്മൾ പറഞ്ഞില്ലേ 4 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം അഡാപ്റ്റർ വ്യൂ, പാരന്റ്, ദെൻ നോർമൽ വ്യൂ അതായത് ടെക്സ്റ്റ് വ്യൂ ഇൻസൈഡ് ദ സ്പിന്നർ, ദെൻ പൊസിഷൻ, ലോങ്, ID. അപ്പോൾ ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യേണ്ടത്. ദെൻ ഓൺ സെലക്ടിങ് എ സ്പിന്നർ ഐറ്റം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാണ്, സ്ട്രിംഗ് ഐറ്റം ഇസ് ഈക്വൽ ടു പാരന്റ് ഡോട്ട് ഗെറ്റ് ഐറ്റം അറ്റ് പൊസിഷൻ ടു സ്ട്രിംഗ്. അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ആ ഐറ്റം കിട്ടാനായിട്ടുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ കോഡാണ്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ തന്നെ വേണ്ടത് ഒരു ഫംഗ്ഷൻ ആണ് ഓൺ നത്തിങ് സെലക്ടഡ് അഡാപ്റ്റർ വ്യൂ പാരന്റ്. നത്തിങ് സെലക്ടഡ് എന്താണ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ആൻ ഓപ്ഷൻ ഇസ് റിമൂവ് ദെൻ വാട്ട് ടു ഡു, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഒരു ഈവന്റ് ഹാൻഡ്ലറിന്റെ എക്സാമ്പിൾ കോഡ് ഫ്രാഗ്മെന്റ്. ഹൗ ടു ഹാൻഡിൽ ഓൺ ഐറ്റം സെലക്ടഡ് ഈവൻ ഇൻ എ സ്പിന്നർ. Okay, then I will show you one example. So interface, this is the interface. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് വ്യൂവും സ്പിന്നറും കാണാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്പിന്നർ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, ഇതാണ് സ്പിന്നർ. അതുപോലെ ഒരു ലിസ്റ്റ് വ്യൂ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ലിസ്റ്റ് വ്യൂ. ഓക്കെ, ലിസ്റ്റ് വ്യൂ ഇങ്ങനെയാണ് വരിക, സ്പിന്നർ ഇങ്ങനെയാണ്. ദെൻ അതുപോലെ ഐറ്റംസ് എല്ലാതും സ്ട്രിങ്സ് അറേ, അറേയുടെ പേര് അറേ കൺട്രീസ് തന്നെയാണ്. ദെൻ ഓരോ ഐറ്റംസും സ്ട്രിങ് അറേയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ദെൻ മെയിൻ ആക്ടിവിറ്റി, നമുക്ക് ജാവ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ സ്പിന്നറിൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റ് വ്യൂവിന് ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് എന്നുള്ളത്. ദെൻ അറേ അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അഡാപ്റ്റർ നമ്മളിപ്പം നേരത്തെ PPTയിൽ കണ്ടത് തന്നെയാണ്. ക്രിയേറ്റ് റിസോഴ്സ്, അറേ കൺട്രീസ്, സിമ്പിൾ സ്പിന്നർ ഐറ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പിന്നറിൻ്റെ അഡാപ്റ്റർ ആണ്. സെറ്റ് ഡ്രോപ്പ് ഡൗൺ വ്യൂ റിസോഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ആ അഡാപ്റ്റർ സ്പിന്നറിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റിന് വേണ്ടിയിട്ട് അഡാപ്റ്റർ 2, ദെൻ അവിടെ സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അത് ലിസ്റ്റിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കണ്ടന്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ വർക്ക് ചെയ്ത് വരുമ്പോൾ എമുലേറ്റർ ലോഡ് ആകുമ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, നമ്മളുടെ എമുലേറ്റർ റിസൾട്ട് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പിന്നർ, കണ്ടില്ലേ? സ്പിന്നർ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. സ്പിന്നറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. അതിൽ നിന്ന് നമുക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാതും നമ്മൾ സ്ട്രിങ് അറേയിൽ കൊണ്ടുപോയിട്ട് അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ ലിസ്റ്റ് വ്യൂ വന്നിട്ടുള്ളത്. ലിസ്റ്റ് വ്യൂവിലും സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ സ്പിന്നർ ഐറ്റം കണ്ടില്ലേ, ഇവിടെ സിമ്പിൾ സ്പിന്നർ ഐറ്റം, അതുപോലെ സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1 അത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത്. ഇനി സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 2 കൊടുക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഈ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് an XML file. Okay, so this is the concept of adapter, then spinner view and list view. Hope the concept is clear. Thank you.